ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഹൽദിയുടെയും വെഡിങ് പ്രിപ്പറേഷൻസിൻ്റെ ഒക്കെ വ്ളോഗ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ വ്ളോഗ് വന്നിട്ട് റംഗോലിൻ്റെ വ്ളോഗ് കേട്ടോ. അതായത് നമ്മുടെ കല്യാണം നാളെയാണെങ്കിൽ ഇന്നാണ് കല്യാണത്തിൻ്റെ രാത്രിയാണ് ഞങ്ങൾ റംഗോലി ആഘോഷിക്കുന്നത്. റംഗോലിൻ്റെ കൂടെ ചെറിയൊരു ഹൽദിയുടെയും പിന്നെ എന്താ പറയുക ഒരു ഗ്രൂം ട്യൂബിയുടെ ഒക്കെ ചെറിയൊരു വൈബ് ഞങ്ങൾ വരുന്നുണ്ട്. ഒരു വെടിക്ക് 3 പക്ഷിയാണ് ഞങ്ങൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 തീമും വരുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. കിച്ചൂസ് ഇവൻറ്റ്സ് ആട്ടോ നമുക്ക് നമ്മുടെ ഈ ഡെക്കറും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ഓഡിറ്റോറിയത്തിലേക്കും നമ്മുടെ വീട്ടിലൊക്കെ അവർ തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റിനൊത്ത് അവർ നമുക്ക് നല്ല സെറ്റാക്കി ചെയ്തു തരും കേട്ടോ. ഒക്കെ റംഗോലിയുടെ കൂടെ ഗ്രൂം ടു ബി ഹൽദി ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ മെയിൻ ഈ ഹോളി റംഗോലിയാണ്. കളറൊക്കെ വാരത്തേക്ക് വൈബാക്കാതാട്ടോ. കൃത്യം 7 മണിക്ക് തന്നെ എൻ്റെ ഒരു അനൗൺസ്മെൻറ്റോട് കൂടിയായിട്ടോ നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ ആൾക്കാരൊന്നുമില്ല, നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് അയൽവാസികളും അങ്ങനത്തെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും പറയാനും എന്തും കളിക്കാനും എന്ത് കാട്ടണം നല്ലൊരു ഫ്രീഡുള്ള സമയമായിരുന്നു ഈ റംഗോലി നൈറ്റിനുള്ളത്. ചെക്കൻ്റെ എൻട്രി കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും ചെക്കന് മധുരം കൊടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഹൽദിക്ക് പകരം ഞങ്ങൾ ചന്ദന എടുത്തുള്ളത്. കാരണം എന്താ വെച്ചാൽ ചെക്കന് മഞ്ഞൾ കുറച്ച് അലർജി ആയിരുന്നു. അപ്പോൾ ചെക്കൻ്റെ മുഖത്ത് ചന്ദനായിട്ടോ ഞങ്ങൾ തേച്ചത്. ഇതാട്ടോ ഞങ്ങളുടെ ഫുൾഫില്ലായ കസിൻസിൻ്റെ ടീം. നമ്മളിപ്പോൾ ഇതുവരെ കണ്ട വ്ളോഗിലൊന്നും ഞങ്ങൾ കസിൻസ് മൊത്തം വരാനൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് ഞങ്ങൾ കസിൻസ് കേട്ടോ. പരിപാടിയൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ വിവേക് എത്തിട്ടോ. പിന്നെ ഫുൾ ടൈം വിവേകിൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കൊടുപ്പും കാര്യങ്ങളൊക്കെ വിവേകനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് എല്ലാ പരിപാടിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടോ. ഹൽദി കഴിഞ്ഞ ശേഷം നമ്മുടെ കളറ് വാരി എറിയലും അത് കഴിഞ്ഞിട്ടാണ് ഗ്രൂം ട്യൂബിയുടെ കേക്ക് കട്ട് ചെയ്തത്. നമ്മൾ എന്താ പറയുക ഗ്രൂം ട്യൂബ് ഞങ്ങളൊരു ജസ്റ്റ് വേറൊരു വൈബിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യം ഒരു റിസോർട്ടൊക്കെ എടുത്ത് സെറ്റാക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് കസിൻസിന് ആർക്കും ലീവൊന്നും കിട്ടാത്തതാണ് കേട്ടോ ഇങ്ങനത്തെ ഇതിൻ്റെ ഇടയിൽ ഗ്രൂം ട്യൂബ് വെച്ചത്. ഹൽദിക്ക് പെണ്ണിൻ്റെ വീട്ടിൽ കളിച്ച സെയിം ഡാൻസ് ആട്ടോ നമ്മൾ ഇവിടെയും റംഗോലി നൈറ്റിലും കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹൽദി കളിച്ച് നമ്മുടെ ടീംസൊന്നും കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ ബാക്കി ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതിനെ കളിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ റംഗോലിക്കും ഹൽദിക്കും വേറെ ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ. പക്ഷേ എന്താ പറയുക, നമുക്ക് സമയത്തിൻ്റെ അപര്യാപ്തത കാരണം നമുക്ക് ഒരു ഡാൻസേ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും വെറുതെ ഇരിക്കുക കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ പറയാം. എല്ലാവരും ഇനി കാത്തുകിടുന്നത് ലാസ്റ്റ് ഡപ്പാങ്കൂത്തിന് വേണ്ടി. ഡപ്പാങ്കൂത്തില്ല ഒരു ചാട്ടക്കളാണല്ലോ എല്ലാ കല്യാണങ്ങൾക്കും എല്ലാവരും കൂടി ചാടി ഒരു ഡാൻസ് ഉണ്ടല്ലോ, അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ആരുടെ ഒരു പരിപാടി വന്നാലും എൻ്റെ അന്നു ഇങ്ങനെ കേട്ടോ ഭയങ്കര വാശിയും കുറുമ്പുമായിരിക്കും. ഈ ഒരു 3 ദിവസം ഭയങ്കര വാശിലുണ്ട് അന്നു. ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് ചോദിക്കണ പോലെ കേട്ടോ. എനിക്ക് വേണ്ടപ്പെട്ട ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ വന്നാൽ അവൾക്ക് ഭയങ്കര വാശിയും ഭയങ്കര കുറുമ്പും. നമ്മൾ ഒന്നിലേക്കും നമുക്ക് ഇൻവോൾവ് ആവാൻ സാധിക്കാത്ത തരത്തിൽ അവൾ നമ്മളെ ലോക്കാക്കും കേട്ടോ. പരിപാടിയൊക്കെ ഒതുങ്ങണ മുന്നേ നമ്മൾ ചെക്കന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അങ്ങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തൊരു റിങ്ങാണ്. കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും കാത്തിക്കുന്ന ലാസ്റ്റ് ഡാൻസിന് വേണ്ടിയാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ലാസ്റ്റ് ചാടി കളിക്കണം എന്നെങ്കിലും ആര് തുടങ്ങുള്ളതില്ല കേട്ടോ. പക്ഷെ നമുക്കിന്ന് അങ്ങനത്തെ പ്രശ്നമില്ലാണ്ട് ഞാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും ജസ്റ്റ് ചാടാനും ഇതൊക്കെ വന്നു. എല്ലാവരും വന്നു. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഭയങ്കര വൈബിലായിരുന്നു. എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും ഫാമിലിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് കേട്ടോ. കാരണം ഞങ്ങളുടെ ആ ഒരു ഫാമിലി ഉള്ളത് 0% ആൽക്കഹോളാണ്. എൻ്റെ അച്ഛനാവട്ടെ, എൻ്റെ മാമന്മാരാവട്ടെ, എൻ്റെ ഏട്ടന്മാരാവട്ടെ ആരും ആൽക്കഹോളിന് അഡിക്റ്റ് അല്ല. ആൽക്കഹോൾ ടേസ്റ്റ് ചെയ്യുന്ന പോലും ആൾക്കാരില്ല. അതെനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ സാധാരണ ഏതൊരു കുടുംബത്തിലും ഏതൊരു കല്യാണം അങ്ങനത്തെ സംഭവം വന്നാൽ മെയിനായിട്ട് കുപ്പി പൊട്ടിക്കുന്ന കുപ്പി തുറക്കുന്ന ഒരു ടീംസ് ഉണ്ടാവും. കുപ്പിക്കായിട്ടുള്ള ടീംസ് ഉണ്ടാവും നമ്മുടെ ഇൻറ്റിമേറ്റുള്ള ആൾക്കാരായിട്ട്. അപ്പോൾ അവരോട് നമുക്ക് നോ എന്ന് പറയാനും വയ്യാത്തൊരവസ്ഥയായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഫാമിലി അങ്ങനെയല്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ എവിടെ ചെന്നിട്ട് ഞാൻ പറയാൻ എനിക്ക് ഭയങ്കര പ്രൗഡുള്ള സംഭവം കേട്ടോ. പിന്നെ പാട്ടും കൂത്തുകടി ഞങ്ങൾ റംഗോലി നൈറ്റ് വൈൻഡ് അപ്പ് കേട്ടോ. അപ്പോൾ അത്ര മിസ്സാനി ബൈ.